ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. മഹിളാ ശക്തിയിലൂടെ ഛത്തീസ്ഗഡ് രാജ്യത്തിനാകെ മാതൃകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 25ാം വാർഷികം ആഘോഷിക്കുന്ന ഛത്തീസ്ഗഡ് നിയമസഭയെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കർണാടകയിലെ ന്യൂനപക്ഷ സംവരണ വിഷയത്തിൽ ബിജെപി എംപിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ആരോഗ്യമേഖലയിലെ വിവിധ വിഷയങ്ങളിലെ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം തിരുവനന്തപുരത്ത് ചേർന്ന ബിജെപി സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ. വാർത്തകൾ വിശദമായി. മഹിളാ ശക്തിയിലൂടെ ഛത്തീസ്ഗഡ് രാജ്യത്തിനാകെ മാതൃകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഛത്തീസ്ഗഡ് നിയമസഭയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. आपके राज्यों को आधुनिक विकास के मार्ग पर आगे बढ़ने के साथ साथ पर्यावरण का संरक्षण भी सुनिश्चित करना है. राज्यों के आप सब नीति निर्माताओं पर विकास और प्रकृति के बीच संतुलन स्थापित करने की जिम्मेदारी है. इसके साथ ही समाज के सभी वर्गों को आधुनिक विकास यात्रा से जोड़ना भी आपका उत्तरदायित्व है. പരിസ്ഥിതിക്കും വികസനത്തിനും തുല്യ പ്രാധാന്യം നൽകി വേണം ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഒഡീഷയിലെ നയാഗഡിൽ നടക്കുന്ന ഭാരതീയ ബിശ്വ ബസു ഷബർ സമാജിന്റെ സ്ഥാപകദിന ചടങ്ങിലും ശ്രീമതി മുർമു ഇന്ന് പങ്കെടുക്കും. കർണാടകയിലെ സർക്കാർ കരാറുകളിലെ ന്യൂനപക്ഷ സംവരണ വിഷയത്തിൽ ബിജെപി എംപിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഉത്തർപ്രദേശിലെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലോക്സഭയിൽ സമാജ്വാദി പാർട്ടി എംപിമാർ പോസ്റ്ററുകളുമായി ബഹളം വച്ചതിൽ സ്പീക്കർ ഓം ബിർള അതൃപ്തി പ്രകടിപ്പിച്ചു. ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് അനധികൃതമായി കണ്ടെത്തിയ പണം തിരിച്ചുപിടിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ സഭാ നേതാവ് ജെ.പി. നദ്ദ, പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായി ചർച്ച ചെയ്യും. രാജ്യസഭയിൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിഷയം ഉന്നയിച്ച സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. 1882ൽ ഡോക്ടർ റോബർട്ട് കോച്ച് ടി.ബി ബാക്ടീരിയ കണ്ടെത്തിയതിന്റെ സ്മരണയിലാണ് ദിനാചരണം. അതെ, ക്ഷയരോഗം തുടച്ചു നീക്കാം, പ്രതിജ്ഞാബദ്ധരാകുക, പ്രയത്നിക്കുക, നടപ്പാക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ക്ഷയരോഗമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഏകീകൃതവും സമഗ്രവുമായ ആഗോള ശ്രമം ആവശ്യമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ക്ഷയരോഗത്തെ തുടച്ചു നീക്കാനും പാവപ്പെട്ടവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമുള്ള പ്രതിബദ്ധത ലോക ക്ഷയരോഗ ദിനത്തിൽ ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ. രോഗപ്രതിരോധത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികളും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ക്ഷയരോഗികൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം 500 രൂപയിൽ നിന്നും 1000 രൂപയായി വർദ്ധിപ്പിച്ചതായും കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചു. ക്ഷയരോഗ ദിനാചരണത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ക്ഷയരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ ചികിത്സ തേടുകയാണ് പ്രധാനം. പരിഭ്രാന്തിയല്ല, അവബോധം തന്നെയാണ് ടിബിയെ ചെറുക്കുന്നതിനുള്ള മാർഗ്ഗമെന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ പൾമിനോളജിസ്റ്റ് ഡോക്ടർ വിനീത നായർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ലോക ജനസംഖ്യയുടെ ഇടയിൽ 4-ൽ 1 ആൾക്ക് ടിബി അണുക്കൾ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പോഷകാഹാരത്തിന്റെ കുറവ്, പ്രമേഹ ബാധിതവര്, പുകയില ഉപയോഗിക്കുന്നവരെ പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് ടിബി അണുക്കൾ കാരണം ടിബി അസുഖമായി മാറുന്നത്. പൊതുസ്ഥലങ്ങളിൽ എളുപ്പത്തിൽ പകരുന്ന ഒരു രോഗമാണ്. എന്നാൽ ടിബി രോഗം തടയാവുന്നതും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതും ഒരു രോഗമാണ്. അതിനാൽ പരിഭ്രാന്തിയല്ല, അവബോധം തന്നെയാണ് പ്രതിരോധത്തിനുള്ള മാർഗം. മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറെ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ബിജെപി സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറെ തെരഞ്ഞെടുത്തിരുന്നു. എംഎസ്എംഇകളെ തരംതിരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ കേന്ദ്ര സർക്കാർ പരിഷ്കാരങ്ങൾ വരുത്തി. 2.5 കോടി രൂപ വരെ നിക്ഷേപമുള്ള സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ ഇനി മുതൽ സൂക്ഷ്മ സംരംഭങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടും. വിറ്റുവരവ് പരിധി 5 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയാക്കി.
ഡൽഹി നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. നാളെയാണ് ബജറ്റ് അവതരണം. ഇന്ന് CAG റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഈ മാസം 26-ന് ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. 28 വരെയാണ് സമ്മേളനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആരോഗ്യമേഖലയിലെ വിവിധ വിഷയങ്ങളിലെ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ച സംഭവം, സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം എന്നീ വിഷയങ്ങളിൽ പ്രതിപക്ഷത്ത് നിന്ന് PC വിഷ്ണുനാഥാണ് നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധികൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ മുൻനിർത്തി ആരോഗ്യമേഖലയെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് മന്ത്രി MB രാജേഷ് മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദേശ രാജ്യത്ത് ജോലിക്ക് പോകുന്നവർക്ക് എംബസി മുഖേന സൌകര്യങ്ങളൊരുക്കുന്ന കാര്യം കേന്ദ്രത്തോട് ഉന്നയിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. ഇക്കാര്യത്തിൽ ബോധവൽക്കരണ നടപടികൾ നമ്മൾ തുടർച്ചയായി സ്വീകരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ല പരിഹാര മാർഗം ഏതൊരു വിദേശ രാജ്യത്ത് ജോലിക്ക് ചെല്ലുമ്പോഴും ആ ജോലി സ്വീകരിക്കുന്നവർക്ക് എംബസി മുഖേന ഒരു സൗകര്യമൊരുക്കുക എന്നുള്ളതാണ്. എംബസിയുമായി ബന്ധപ്പെടാൻ സാധിക്കണം. എവിടെയാണോ തൊഴിൽ ചെയ്യേണ്ടത് ആ തൊഴിൽ ഉടമ എംബസിയുമായി ബന്ധപ്പെട്ട് ഈ ആളെ സ്വീകരിക്കുന്ന നിലവരണം. കേരളത്തിൽ ലഹരി വ്യാപനം തടയുന്നതിനുള്ള പുതിയ പദ്ധതികൾ തീരുമാനിക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. നിയമസഭാ ചേംബറിലാണ് യോഗം. മന്ത്രിമാരും പോലീസ്, എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലഹരി വ്യാപനത്തിനെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും യോഗത്തിൽ വിലയിരുത്തും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാരോദ്വഹന മത്സരത്തിൽ പഞ്ചാബിന്റെ ജസ്പ്രീത് കൌർ ദേശീയ റെക്കോർഡ് തകർത്തു. 45 കിലോഗ്രാം വിഭാഗത്തിൽ സ്വന്തം ദേശീയ റെക്കോർഡ് മെച്ചപ്പെടുത്തിയാണ് അവർ സ്വർണ്ണ മെഡൽ നേടിയത്. 54 കിലോഗ്രാം വിഭാഗത്തിൽ മനീഷ് പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വിശാഖപട്ടണത്ത് രാത്രി 7:30-നാണ് മത്സരം. ഇംഗ്ലണ്ടിൽ നടന്ന കബഡി ലോകകപ്പിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ കിരീടം നേടി. ഫൈനലിൽ ഇരു ടീമുകളും ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. 2019-ൽ മലേഷ്യ ആതിഥേയത്വം വഹിച്ച ആദ്യ ലോകകപ്പിലും ഇന്ത്യ പുരുഷ വനിതാ കിരീടങ്ങൾ സ്വന്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 505 പോയിന്റ് ഉയർന്ന് 77,400-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 149 പോയിന്റ് നേട്ടത്തിൽ 23,500-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ കുറവ്. സ്വർണ്ണം ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 8,215 രൂപയും പവന് 120 രൂപ താഴ്ന്ന് 65,720 രൂപയുമാണ് ഇന്നത്തെ വില. ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിൽ കേസന്വേഷണം അവസാനിപ്പിച്ച് CBI. കുടുംബം ആരോപിച്ചതുപോലെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും അതിനാൽ മുംബൈ പ്രത്യേക കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതായും CBI അറിയിച്ചു. 4 വർഷം മുൻപാണ് മുംബൈയിൽ അപ്പാർട്ട്മെന്റിൽ സുശാന്ത് സിംഗ് രജ്പുത്തിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPM പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ച് കോടതി. 2 മുതൽ 6 വരെ പ്രതികൾക്കും 7 മുതൽ 9 വരെ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചത്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത് സുരക്ഷാസേന. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ തോക്കുകളും മറ്റായുധങ്ങളും കണ്ടെടുത്തു. രാഷ്ട്രീയ റൈഫിൾസ്, പോലീസിന്റെ പ്രത്യേക സംഘം എന്നിവരുടെ സംയുക്ത തെരച്ചിലിലാണ് ഒളിത്താവളം തകർത്തത്. അതിനിടെ ജമ്മുകശ്മീരിൽ കത്വ ജില്ലയിലെ സന്യാൽ ഗ്രാമത്തിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടി. ആളപായമില്ല. 2027-ലെ കുംഭമേളയ്ക്കുള്ള വിപുലമായ ഒരുക്കങ്ങളുടെ ഭാഗമായി ഉത്തർപ്രദേശിന്റെ മാതൃകയിൽ ഒരു കുംഭമേള അതോറിറ്റി രൂപീകരിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ നിയമം കൊണ്ടുവരും. ഇന്നലെ നാസിക്കിൽ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇക്കാര്യം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മഹിളാ ശക്തിയിലൂടെ ഛത്തീസ്ഗഡ് രാജ്യത്തിനാകെ മാതൃകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 25-ാം വാർഷികം ആഘോഷിക്കുന്ന ഛത്തീസ്ഗഡ് നിയമസഭയെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കർണാടകയിലെ ന്യൂനപക്ഷ സംവരണ വിഷയത്തിൽ BJP MPമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ആരോഗ്യമേഖലയിലെ വിവിധ വിഷയങ്ങളിലെ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ BJP സംസ്ഥാന അധ്യക്ഷനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം തിരുവനന്തപുരത്ത് ചേർന്ന BJP സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ.
ഇന്ന് ലോക ക്ഷയരോഗ ദിനം. ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.